ദൈവത്തിൻ്റെ പരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേഗത്തിൽ സംഭവിപ്പാനുള്ള ദൈവം തൻ്റെ ദാസനായ യോഹന്നാന് വെളിപ്പെടുത്തി എന്ന വെളിപ്പാട് പ്രവചന പുസ്തകത്തെ ആസ്പദമാക്കിയാണ് 2026 ഈ പ്രഭാത ധ്യാനം നമുക്കായി ദൈവം ഒരുക്കി നൽകിയിട്ടുള്ളത്. സന്ദരൻ സഭയുടെ സൽക്കലാ സെക്ഷൻ്റെ ആഭിമുഖ്യം നടത്തപ്പെടുന്ന ഈ മോർണിംഗ് മന്നയുടെ ഭാഗമായി വെളിപ്പാട് പ്രവചന പുസ്തകത്തെ ആസ്പദമാക്കിയാണ് നാം ചിന്തിക്കാൻ പോകുന്നത്. അതിലൊരു ഭാഗം ഇപ്രകാരം പ്രത്യാശയോടെ സാക്ഷീകരിക്കുകയാണ്: ദൈവം അത് തൻ്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. അവൻ അത് തൻ്റെ ദൂതന്മാർ മുഖാന്തരം അയച്ചു തൻ്റെ ദാസനായ യോഹന്നാനെ പ്രദർശിപ്പിച്ചു. അവൻ ദൈവത്തിൻ്റെ വചനവും യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യവുമായി താൻ കണ്ടതൊക്കെയും സാക്ഷീകരിച്ചു എന്ന ഒരു അനുഭവത്തോടു കൂടിയാണ് വെളിപ്പാട് പ്രവചന പുസ്തകം 1-ാം അധ്യായം അവിടെ ആരംഭിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. താൻ കണ്ടതും താൻ അനുഭവിച്ചറിഞ്ഞതുമായ അനുഭവത്തെ അത് ഏവരെയും അത് കാണിക്കുവാനും അവരെ പ്രത്യാശയോടെ നിലനിർത്തുവാനും വേണ്ടി യോഹന്നാൻ കണ്ട ദർശനത്തിൻ്റെ വിവരണമാണ് വെളിപ്പാട് പ്രവചന പുസ്തകം. അത് വേഗത്തിൽ സംഭവിപ്പാനുള്ളത് എന്ന് അവിടെ സാക്ഷീകരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിൻ്റെ സുവിശേഷകന്മാരിൽ ഒരാളായും അതോടൊപ്പം തന്നെ കർത്താവിൻ്റെ 12 ശിഷ്യന്മാരിൽ സ്വാഭാവികമായ ഒരു മരണം കൈവരിച്ച ഒരേ ഒരു വ്യക്തി ഈ യോഹന്നാനാണ്. യേശു ക്രിസ്തുവിനെ വളരെയധികം സ്നേഹിക്കുന്നു എന്ന സാക്ഷീകരണത്തോടുകൂടെ ക്രിസ്തുവിൻ്റെ ആ സുവിശേഷത്തിൻ്റെ ഭാഗമായി ഒക്കെയും നിന്നുകൊണ്ട യോഹന്നാൻ തൻ്റെ ജീവിതത്തെങ്കിൽ താൻ പത്മോസ് ദ്വീപിങ്കിലേക്ക് നാട് കടത്തപ്പെട്ടപ്പോൾ അവിടെ ഏകാന്തതയുടെ അനുഭവത്തിൽ നിന്നുകൊണ്ട് താൻ ദർശിച്ച സ്വർഗീയ ദർശനങ്ങളെ കോർത്തിണക്കുന്ന വെളിപ്പാട് പ്രവചന പുസ്തകം. നാം മാർക്കോസിന്റെ സുവിശേഷം വായിക്കുമ്പോൾ യോഹന്നാനെയും അദ്ദേഹത്തിൻ്റെ സഹോദരനായ യാക്കോബിനെയും ഇടിമക്കൾ എന്നാണ് അവിടെ സംഭവം. കാരണം അവരുടേതായ ഒരു സ്വഭാവത്തിൻ്റെ പ്രാകൃതം. എന്നാൽ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ളതായ സാക്ഷീകരണം, തൻ്റെ ക്രിസ്തുവിൻ്റെ രൂപത്തെക്കുറിച്ചും സഭകൾക്ക് നൽകുന്നതായ മുന്നറിയിപ്പിൻ്റെ ദൂതുകളെയും ഒക്കെയും അതിനെ കാണുകയും അതിനെ ദാർശനികമായി അത് ലഭിച്ച് അത് പിൽക്കാലത്ത് വരുന്നവർക്ക് പ്രത്യാശയുടെ ഉയരങ്ങളിലേക്ക് അവരെ നിലനിർത്തുവാനെന്നൊക്കെ വണ്ണം എഴുതപ്പെട്ട വെളിപ്പാട് പ്രവചന പുസ്തകം. യോഹന്നാന്റെ ദർശനത്തിൽ താൻ കണ്ട വസ്തുക്കളും കലർപ്പില്ലാത്ത സത്യവും മാത്രം അക്ഷരാർത്ഥത്തിൽ അത് യോഹന്നാൻ അത് വെളിപ്പെടുത്തുകയാണ്. പിതാവായ ദൈവം തൻ്റെ പുത്രന് നൽകി, പുത്രൻ തൻ്റെ ദൂതൻ മുഖാന്തരം യോഹന്നാന് വെളിപ്പെടുത്തിയ ഈ മഹാദർശനത്തിൻ്റെ അനുഭവത്തെ അതിലൊട്ടും അതിന് കൈമോശം വരാതെ എന്ന് പറഞ്ഞാൽ അതിനെ ഒക്കെയും താൻ കണ്ടതൊക്കെയും അവിടെ സാക്ഷീകരിച്ചു എന്നാണ് അവിടെ പുസ്തകം സാക്ഷ്യപ്പെടുന്നത്. അപ്പോൾ അത് പ്രദർശിപ്പിച്ചു എന്നും ഒരു പദം അവിടെ പറയുന്നുണ്ട്. താൻ കണ്ടതിനെ നാം കാണുന്നതിനെ മറ്റൊരാളോട് പറയുന്നതിൻ്റെ അനുഭവം പോലെ തന്നെ താൻ ആ യേശുക്രിസ്തുവിൻ്റെ ദിവ്യമായ രൂപത്തെ അവിടെ കാരണം ഈ ഭൂമിയിൽ ആ 3.5 വർഷക്കാലം യേശുക്രിസ്തുവിനോടൊപ്പം നടന്ന് കണ്ടതായ ഓരോ സുവിശേഷ പ്രവർത്തനങ്ങളും സൗഖ്യങ്ങളും ഉപരിയായി യേശുക്രിസ്തുവിൻ്റെ സ്വർഗീയ മഹത്വത്തെ താൻ കണ്ടതിനെ ആ വെളിപ്പാട് പുസ്തകത്തിൽ അദ്ദേഹം സാക്ഷീകരിക്കുന്നതിന് കാണാനൊക്കെ സാധിക്കും. അങ്ങനെയെങ്കിൽ ഇതൊരു പ്രത്യാശയുടെ അനുഭവമാണ്. യോഹന്നാൻ വിശ്വസ്ത സാക്ഷിയായി അവിടെ നിലകൊണ്ടു എന്ന് തന്നെയാണ് വെളിപ്പാട് പ്രവചന പുസ്തകം അവിടെ സാക്ഷ്യപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, നാമും ക്രിസ്തുവിൻ്റെ വേഗത്തിൽ സംഭവിപ്പാനുള്ള ക്രിസ്തുവിൻ്റെ ആ പുനരാഗമനത്തിൻ്റെ കാംക്ഷികളായി യേശുക്രിസ്തുവിനെ എതിരേൽക്കുന്നവരുടെ കൂട്ടത്തിങ്കിൽ ഞാനും കാണപ്പെടുവാൻ, അനേകരിലേക്ക് ഈ മഹത്വ സത്യങ്ങളെ എത്തിക്കുവാൻ ദൈവം നമ്മെ എടുത്ത് ഈ പുതിയ വർഷത്തെങ്കിൽ ഒരു വലിയ ദൗത്യം ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അത് പ്രത്യാശയോടെ കൈവരിക്കുവാൻ സർവ്വവല്ലഭനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ എളിയ വാക്കിൽ നിന്ന് വിരമിച്ചുകൊണ്ടാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, നന്ദിയോടെ സ്തോത്രം. പത്മോസ് ദ്വീപിങ്കിൽ യോഹന്നാന് പ്രദർശിപ്പിച്ച സ്വർഗത്തിലെ മഹത്വത്തെ അദ്ദേഹം ഒരു വിശ്വസ്ത സാക്ഷിയായി നിന്നുകൊണ്ട് അതിനെ ശേഖരിച്ച് അതിനെ പിൽക്കാലം ഞങ്ങൾക്ക് നൽകപ്പെട്ടതുപോലെ ഞങ്ങളും ക്രിസ്തുവിൻ്റെ സാക്ഷികളായി വിശ്വസ്തരായി അങ്ങയുടെ വേലക്കാരായി കാണപ്പെടുവാൻ, ദൈവത്തിൻ്റെ സാക്ഷികളെ കാണപ്പെടുവാൻ ഞങ്ങൾ ഏവരെയും അവിടെ നിന്ന് ഒരുക്കണമെന്ന് യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമേറിയ നാമത്തിങ്കൽ ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. സ്തോത്രം.